നന്നായിരുന്നു കേട്ടോ. എന്തോന്ന്? അഭിനയം വളരെ നന്നായിരുന്നു. തനി ഡ്രൈവർ തന്നെ. മനസ്സിലായില്ല. അന്നും പറഞ്ഞ അഭിനയത്തെ പറ്റി. ആരാ ഇവിടെ അഭിനയിക്കുന്നത്? ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അർഹതയില്ലാത്തൊന്നും എനിക്ക് ആഗ്രഹിച്ചൂടാ. ഞാനും കുഞ്ഞും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് എന്റെ ജോലി പോകും. ഞാൻ കുഞ്ഞല്ലെന്ന് നേരത്തെ പറഞ്ഞു. ഐ എം ശോഭ. ശോഭ ശോഭ ശോഭ. പതുക്കെ പതുക്കെ പതുക്കെ. ഇവിടെ നിൽക്കണ്ട, അകത്ത് തീരെ നിൽക്കണ്ട പ്ലീസ്. ദയവേദി സ്റ്റുപ്പിഡിറ്റി ഒന്ന് അവസാനിപ്പിക്കാമോ? അമേരിക്ക എന്ന് കേട്ടപ്പോ മയങ്ങിപ്പോയതൊന്നുമല്ല ഞാൻ. എന്തുകൊണ്ടോ വിശദീകരിക്കാനാവാത്ത എന്തോ കാരണം കൊണ്ട് ഇഷ്ടം തോന്നി. ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ തുറന്നു പറഞ്ഞത് എന്റെ ദൗർബല്യമാണെന്ന് വിചാരിക്കരുത്. കുഞ്ഞിനെ പോലെ, സോറി, ശോഭയെ പോലെ പെൺകുട്ടിക്ക് എന്നോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നേണ്ടതാണ്. പക്ഷെ എന്താണ് ഈ അമേരിക്ക? ആരാണ് അഭിനയിക്കുന്നത്? സത്യമായിട്ടും ആ ഭാഗം വളരെ അവ്യക്തമാണ്. ഒക്കെ എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം. എന്നെ ദൂരെ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ഡ്രൈവറുടെ വേഷം കിട്ടി ഇവിടെ വന്നത് തീരെ ചീപ്പായി പോയി. വേഷം കിട്ടിയ ഞാനോ? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ എത്തുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ ഫോൺ ചെയ്ത് എല്ലാ വിവരവും പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞു? എന്റെ യഥാർത്ഥ സ്വഭാവം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രൈവറുടെ വേഷത്തിൽ വരുന്ന കാര്യം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അമേരിക്കയിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നവനല്ലായിരുന്നെങ്കിൽ ശോഭ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നോ? അതിന് നിങ്ങൾ അമേരിക്കയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അല്ല, ഇനി അഥവാ ഞാനൊരു ഒരു ഡ്രൈവർ ആണെന്ന് ഇരിക്കട്ടെ. എന്തിനങ്ങനെ ഇരിക്കണം? നിങ്ങൾ ഡ്രൈവർ അല്ലല്ലോ. അല്ല, ഡ്രൈവർ ആണെങ്കിൽ. ഡ്രൈവർ അല്ലല്ലോ. അല്ല, പിന്നീട് എന്നെ കള്ളനെന്ന് വിളിക്കരുത്. ഇത്രയും കള്ളക്കളി കളിച്ചിട്ട് കള്ളനല്ലെന്നോ? എവിടുന്ന് കിട്ടിയ വാനരനെ? ആശാൻ അമേരിക്കക്കാരനായി അഭിനയിക്കല്ല, ജീവിക്കുകയാണ്. പക്ഷെ ആളിന് സംസ്കാരം ഒത്തിരി കമ്മിയാ. അതെനിക്ക് നേരത്തെ അറിയാം. പക്ഷെ ഞാൻ പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അയാള് തട്ടിപ്പോകുമെന്ന് കരുതി നമ്മൾ കാത്തിരുന്നാൽ നമ്മുടെ ആയുസ് വെറുതെ പാഴായി പോവുകയേ ഉള്ളൂ. അണ്ണൻ പറഞ്ഞതുപോലെ ഷോക്ക് കൊടുത്തു നോക്കി. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയവൻ അണ്ണ അയാളുടെ ഹൃദയം അത് ഏറ്റില്ല. കാറിന്റെ ബ്രേക്ക് അഴിച്ചു. ഞാൻ തട്ടിപ്പോയാൽ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം. അണ്ണ വല്ല പാഷാണോ മരുന്ന് കൊടുത്ത അയാളെ കൊല്ലണ്ണ. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ലല്ലോടാ. ഇടാ, അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാന്ന്. പിന്നെ വേറെ വഴിയുണ്ട്. വേറെ വഴിയുണ്ടെന്ന് കണ്ടാൽ തോന്നണം ആക്സിഡന്റ് ആണെന്ന്. അതിനിപ്പോ എന്താ ചെയ്യാനാ? ആ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന വിളക്കില്ലേ, ഷാൻലിയർ. ഷാൻലിയർ അത് തന്നെ. അതൊരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ വീണാൽ അയാളുടെ കാറ്റ് പോയത് തന്നെ. അണ്ണാ, അതിപ്പോ എങ്ങനെ വീഴും അണ്ണാ? വീണില്ലെങ്കിൽ വീഴ്ത്തണം. അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തും അണ്ണാ? നമ്മൾ വീഴ്ത്തണമെന്ന്. അണ്ണന്റെ ഒരു ബുദ്ധി. സന്തോഷം കൊണ്ട് പിടിച്ചു പോയതല്ലേ അണ്ണാ? സന്തോഷം കൊണ്ട് മർമ്മത്താണോടാ കയറി പിടിക്കുന്നത്. നാളെ കൃത്യം 8 മണിക്ക് ഞാൻ ആ വിളക്ക് അറുത്തു വിടും. അയാളെ അതിന്റെ മൂട്ടിരുത്തുന്ന ജോലി നീ ഏറ്റോണം. ഏറ്റെണ്ണ ഏറ്റു. നാളെ രാത്രി 8 മണിക്ക് കോമക്കുറുപ്പ്. അടുത്ത ഞായറാഴ്ച സഞ്ചാന്യം. ഓക്കെ. കുറെ കാർഡ് നേരത്തെ വരണം അണ്ണ. ഒന്നുകൂടെ നേരെ നേട്ടത്. വക്കീലേ, നേരെ ഇരുന്നാട്ടെ സാർ. വക്കീലേ, നോക്ക്. എന്തിനാ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കണേ? എന്തിനാ? അത് ഞാൻ പറയില്ല. എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം. വേണോ? എന്നാ എടുത്തോളൂ. ഒരു മിനിറ്റ്. അയ്യോ, അത് മാറ്റരുത്, മാറ്റരുത്. ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുക. ഇതോ? എടുത്തോളൂ. ശരി. തല സ്വല്പം ഇങ്ങോട്ട് സ്റ്റൈലായിട്ടിരുന്നാ മതി. ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും. വീഴട്ടെ, വീഴട്ടെ. സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം. തൂക്കണം. തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നുവെന്ന് നേതാജി ക്ലബിലെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ. അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം. അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്നതാ പറയണേ? അയ്യോ, ഞാൻ ഉദ്ദേശിച്ച കൃഷ്ണക്കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ. ഓ, അങ്ങനെ. നേരെ വന്നു. ഞാനൊന്ന് ചിരിച്ചോട്ടെ. സന്തോഷം. അങ്ങനെ ഇത് പിടിക്കൂ. എന്റെ മഹത്വം ചൂണ്ടിക്കാണിച്ച് എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നത് ധാമു വക്കീലാണ്. എന്റെ ശക്തിയാണ് ധാമു വക്കീൽ. വരൂ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. വരൂ.
വേണം. വേണ്ട. ഇപ്പൊ അയ്യോ, ഇപ്പൊ ശരിയാവില്ല. വരൂ. അയ്യോ വേണ്ട സാർ, വേഗം കിടക്കാം സാർ. സാർ. വരൂ, അയ്യോ, അവിടെ ഇരിക്കൂ. നമുക്കിപ്പോ വരൂ, 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 ഒന്ന് കിടക്കണം. അയ്യോ സാർ വേണ്ട സാർ, വേണം. നമുക്ക് സാറിന് ഒറ്റയ്ക്കുള്ള വേണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. കിടപ്പിൽ തൂക്കാനാണ് സാർ. കിടപ്പിൽ തൂക്കാനുള്ള വേണ്ട സാർ, വേണ്ട. എന്താ വേഗം എന്ന് പറഞ്ഞാ സാർ? ഞാൻ പൗഡർ പോലും ഇട്ടില്ല. പൗഡർ ഞാൻ ഇട്ടിട്ടുണ്ടോ? ഞാൻ തല ചീകിട്ട് വരാം. ഞാൻ തലയില്ല. വേണം. തല ചീകിട്ട് ഇപ്പൊ വരാം. അത് പറ്റില്ല. ഒരു മിനിറ്റ് മതി. അയ്യ, ഒരു അക്ഷരം പറയണ്ട. വക്കീലേ, എടോ താനെ രക്ഷിച്ചു. സത്യം പറഞ്ഞാൽ സാറിനെ വിട്ടുപോകുന്നതിന് എനിക്ക് വളരെ ദുഃഖമുണ്ട്. ദുഃഖം എനിക്കുണ്ട്. പക്ഷെ എന്റെ ഡ്രൈവർ ഈ വീട്ടിലൊരു അധികം പറ്റാവുന്നത് ശരിയല്ല. എന്നെ ഓർത്ത് അവരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഉള്ളി കാണും. ഏതാ ഞാൻ കുറുപ്പ് സാറിനോടൊന്ന് ചോദിക്കട്ടെ. എന്തോന്ന്? ഞാനിവിടെ നിൽക്കുന്ന വല്ല വിഷമം ഉണ്ടോന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. എന്റെ ഡ്രൈവറോട് അവരങ്ങനെയല്ലാതെ പറയോ? എന്നാ ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട് വരാം. അത് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ യാത്ര ചോദിച്ചോളാം. അല്ല, കുറച്ചു ദിവസം നല്ലവരായ ആ വീട്ടമ്മ വെച്ച് വിളമ്പി തന്ന ആഹാരം ഞാൻ കഴിച്ചു പോയില്ലേ? അപ്പൊ പിന്നെ യാത്ര ചോദിക്കാം. അത് വേണ്ട. അവർക്ക് ഒന്നാമത് നിന്നെ പറ്റി നല്ല അഭിപ്രായമല്ല. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. നീ ഒരു വായി നോക്കിയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ധവാൻ സാർ ഒരു പന്ന റാസ്കലാണെന്ന് അവർ എന്നോട് പറഞ്ഞു. അത് അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. നമ്മളെന്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു? പിന്നെ എനിക്കിവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമില്ല. അത്യാവശ്യത്തിന് വേണ്ട ഡ്രൈവിംഗ് പ്രശ്നമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, സാറിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് സാറിന്റെ അച്ഛനമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള. അപ്പൊ ഞാന് ഒറ്റയ്ക്കെന്നാ അവരെന്നെ ചീത്ത പറയും. സാരമില്ല, അത് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞോളാം. എന്നാ പിന്നെ ബാഗ് പിടിച്ചോളാം. ടിക്കറ്റ് കഴിച്ച് ബാക്കിയുള്ളത് നീ വെറുതെ എടുത്തോ. അല്ല, ഞാൻ ഒന്ന് യാത്ര ചോദിച്ചിട്ട്. വേണ്ട വേണ്ട, യാത്ര ചോദിക്കണ്ട. ശരി, ഞാൻ പോട്ടെ. ഓ, അല്ല, വീട്ടിൽ വല്ലതും പറയണം? ഒന്നും പറയണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര ചോദിക്കണ്ട. യാത്ര ചോദിക്കണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. യാത്ര ചോദിക്കണ്ട. എനിക്ക് യാത്ര ചോദിക്കണേ. എടാ, കോണിപ്പടി കാണാനാണോടാ കെട്ടി വെച്ചിരിക്കുന്നത്? അല്ല, താനെങ്ങോട്ടാ? ഞാൻ യാത്ര ചോദിക്കാൻ വന്നാണ്. അയ്യോ, ഇങ്ങോട്ട്. ഇവിടെ ഒരു ഡ്രൈവർ ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഏവായി യവനാ കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? എന്തടവ്? എനിക്കറിയാം ഡ്രൈവിംഗ്. തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം. കുഞ്ഞ് എവിടെയും പോണ്ട. അങ്കിൾ ഇതിൽ ഇടപെടരുത്. എന്റെ അമ്മച്ചി, എന്തൊരു പെർഫോമൻസ്! എവിടെ നിന്ന് കിട്ടി ഇതിനെ? അങ്കിൾ, ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിട്. ഇനി ഒറ്റ സമയം കളയണ്ട. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇവിടുന്ന് വിടത്തില്ല. എടാ ശംഭു, നീ പോവില്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? 10:30 ഒരു ട്രെയിൻ ഉണ്ട്. താ വേണമെങ്കിൽ അത് കയറി പറ്റും. അങ്കിൾ, കുങ്കിൾ ചുമ്മാ ചലിക്കാടെ. പോത്രത്തരം കാണിച്ച അമ്മച്ചി കാണാൻ ഇടിച്ചിന്റെ കൂമ്പ് വലിക്കളെ. കുഞ്ഞെ, ഞാൻ പറയാതെ കുഞ്ഞ് എവിടെയും പോകണ്ട. സ്വന്തം വീടായിട്ട് ഇത് കരുതിയാ മതി. എന്നെ പോവാൻ സമ്മതിക്കല്ല അങ്കിൾ. ദാമോദരനില്ലേ? ഇല്ല, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് ശിവൻ. ശിവനോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. അല്ല, നമ്മൾ തമ്മില് ഇതിനു മുമ്പ് എവിടെ വെച്ചാ കണ്ടിട്ടുള്ളത്? ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. സെറ്റപ്പ് കൊള്ളാം, പക്ഷേ എന്തോ ഒരു വശക്കേടില്ലേ? വക്കീലേ, ഇവിടെ ഓടും. താൻ തന്റെ അനിയനെ കണ്ടോ? ഞാൻ രണ്ടാഴ്ച ഇങ്ങോട്ട് പോരുന്നത്.
വക്കീലേ ഇത് കോടതിയല്ല, കള്ളം പറയും, മനസ്സിലായി? എന്റെ അമ്മച്ചിയാണ് സത്യം, ഞാൻ കണ്ടേച്ചാ കണ്ടിട്ട് എന്നിട്ട് എന്നിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, പിന്നെ കാശ് കൊടുത്തു, എന്നിട്ട് ഞാൻ ഇങ്ങ് പോന്നു. ശിവ ശിവ ഏത് ശിവൻ? പരമശിവൻ, നിന്റെ അനിയ ശിവൻ. ശിവൻ എന്റെ അനിയ ഇവിടെ? ചേട്ടാ എന്നോട് ക്ഷമിക്കൂ ചേട്ടാ. ചേട്ടാ ഞാൻ നിന്റെ ചേട്ടന് ഏത് കോപ്പില് ഇറങ്ങാറില്ല. ചേട്ടാ ചേട്ടനോട് പറയാതെ പോകുന്നുണ്ട്. ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടരുത് ചേട്ടാ. ഞാൻ ഇനി എങ്ങും പോകില്ല ചേട്ടാ. നമുക്ക് ഒരുമിച്ച് കഞ്ഞു കുടിച്ച് ഇവിടെ കിടക്കാം ചേട്ടാ. ചേട്ടാ ഞാൻ നിന്റെ ചേട്ടനല്ല, നീ എന്റെ അനിയനില്ല. സ്വന്തം ചേട്ടനെ കാണാതായപ്പോ അനിയൻ അന്വേഷിച്ചു വന്നു. ഇനി താമ ഒരു അക്ഷരം വേണ്ടി പോരുത്. എവിടെ പോയിരുന്നോ നീ? എടാ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കണ്. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലായില്ല. ചേട്ടാ പത്രം, മുദ്രപത്രം, അഡ്വക്കേറ്റ്, വക്കീൽ കോട്ട്, എന്റെ ഹൃദ്രോഗം മറക്കരുത് ചേട്ടാ. ചേട്ടാ മുദ്രപത്രം? അത് പിന്നെ ഡോക്ടർ പറഞ്ഞ് മുദ്രപത്രത്തെ എഴുതി കൊടുക്കണമെന്ന്, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ. അല്ലേ ചേട്ടാ? എടാ നീ എനിക്കൊരു പാലായിട്ട് ഇറങ്ങിയിരിക്കണം അല്ലേടാ. സ്വന്തം അനുജനോട് സ്നേഹം ഉണ്ടായിരുന്നെന്ന് വക്കീൽ വെറുതെ ഭാവിക്കായിരുന്നു അല്ലേ? എന്നിട്ട് കണ്ടു, ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ കള്ളം പറഞ്ഞു. എന്റെ ചേട്ടനെ അടിക്കരുത്. അയ്യോ അയ്യോ. സത്യം പറയണ റാസ്കൽ, നീ എവിടെയായിരുന്നു? ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. പറയാം. അവിടെ ചെന്നപ്പോൾ ഇവനെ കണ്ടില്ല. ഞാൻ ഒടുവിൽ നിരാശനായി ഇങ്ങി പോന്നു. കണ്ടില്ല എന്ന് പറഞ്ഞാൽ സാർ എന്നെ അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഈ അനുജന് മറ്റു മാർഗമില്ലാതായി പോയി ദാമുവേട്ട. ദേഷ്യപ്പെടരുത്. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ ചുളുവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തുകിട്ടി. അതുകൊണ്ട് ഇനിയുള്ള ഓപ്പറേഷൻ ഇവിടെ ആകാം. വക്കീലെ, തൽക്കാലം ഇവനോടെ നിൽക്കട്ടെ. അയ്യോ, ചികിത്സയ്ക്കുള്ള ഏർപ്പാടെല്ലാം ഞാൻ ചെയ്യാം. അച്ഛാ, ശിവൻ എന്റെ പെയിന്റിങ്സ് ഒക്കെ വളരെ ഇഷ്ടമായി. ശിവനും നല്ലൊരു ചിത്രകാരനാണത്രേ. ആഹാ, ഈ കാര്യം വക്കീൽ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ചിത്രകാരനോ? എവനെ? ദാമൂട്ടനല്ലേ പറഞ്ഞത് അനിയൻ നല്ലൊരു പെയിന്റർ ആണെന്ന്? ചേട്ടൻ എന്നെ പറ്റി എല്ലാം പറഞ്ഞു വെച്ചിരിക്കുക. അല്ലയോ ശിവൻ വരൂ, എന്റെ നിയോ റിയലിസ്റ്റിക് വർക്കുകളെ പറ്റി എനിക്ക് അല്പം സംസാരിക്കണം. അതെ, ഈ നിയോൺ റിയലിസം വർക്ക് എന്റെ ജീവനാണ് ചേട്ടാ. വേലിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. കാവിലമ്മേ ശക്തി തരൂ. ധ്യാനവേളയിൽ ഗുരുകാരണവന്മാരോട് ചോദിച്ചു. തക്കതായ പ്രതിഫലം കിട്ടിയാൽ ശത്രുവിനെ നിഗ്രഹിക്കാമെന്നാണ് അരുളപ്പാട്. പൈതങ്ങളെ, നമ്മുടെ ദേഹബലം ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ. അമർന്ന് തെരുത്ത്, നീക്കി തെരുത്ത്, എടുത്തു ചാടി ചാടിക്കെട്ടി അമർന്ന്, ഇടത്തേലമർന്ന് ഇടത്തു വെട്ടി ഒഴിഞ്ഞ്. അങ്ങനെ അങ്ങനെ അങ്ങനെ. അധികം അമരേ നീരൊന്നും വേണ്ട. രണ്ടെണ്ണം നല്ലോണം പൊട്ടിക്കണം. അവൻ അമേരിക്കക്കാരനല്ല എന്ന് അവൻ തന്നെ ചെന്ന് കൃഷ്ണക്കുറുപ്പിനോട് പറയണം. പറയിപ്പിക്കാം. ക്ഷാമകാലമാണ്. എനിക്കും പൈതങ്ങൾക്കും ദേഹരക്ഷയ്ക്കുള്ള സംഖ്യ ഏൽപ്പിച്ചാൽ നന്നായിരുന്നു. അവനെ ഇടിച്ച് ഞാൻ നിലപരിശാക്കാം. അത് മതി. കാവിലമ്മേ ശക്തി തരൂ. ശക്തി, ഇതാ ശക്തി.
ആ കാറ് തന്നെ. ഇറങ്ങി വാടാ. തുളുനാടൻ കത്രികപ്പൊട്ട് കാണിച്ചു കൊടുക്കടാ. ഇനി കടത്തനാടൻ ചുരികപ്രയോഗം കാണണോ? വേണ്ട, ചുരികയില്ലല്ലോ. മുമ്പേ കാണിച്ചത് നന്നായിരുന്നു. കൂടുതൽ കാണണമെന്നുണ്ടായിരുന്നു, നേരമില്ല. ഇപ്പോൾ കാണിച്ചത് വെറും സൂചനയാണ്. ഉറുമി, വാൾ, കെട്ടില്ലാക്കെട്ട്, പൂഴിക്കടകൻ, അടവ് നമ്പർ 18 ഇവയെല്ലാം ഉണ്ട്. വേണേ കാണിക്കാം. 19ാമത്തെ അടവ് എനിക്കറിയാം. ഓട്ടം. ഞാൻ പറയുന്നതനുസരിച്ച് ഓടേണ്ടി വരില്ല. സർദാർ കൃഷ്ണക്കുറുപ്പിന്റെ വീട്ടിൽ ചെന്ന് താൻ അമേരിക്കക്കാരനല്ലെന്ന് പറയണം. ഓ, നിങ്ങൾ കൂലിത്തല്ലുകാരാണല്ലേ? കാറിൽ കയറ്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ കതിരൂർ ഗുരുക്കളുടെ അനുഭവം ഇവിടെ ആവർത്തിക്കും. ഒരു കാര്യം ചെയ്യാം. ആരെങ്കിലും ചോദിച്ചാൽ പറയാം അമേരിക്കക്കാരനല്ലെന്ന്. ചോദിച്ചില്ലേലും പറയണം. അത് വലിയ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, നിങ്ങളുടെ പൂഴിക്കടകനും കെട്ടില്ല കെട്ടൊന്നും കാണാനും പറ്റില്ല. കാണിച്ചു നോക്കടാ. പേരെന്താ? കടത്തനാട്ട് പപ്പൻ ഗുരുക്കൾ. ഗുരുക്കൾ, എനിക്ക് ഈ കളരി വലിയ പരിചയമില്ലാത്തോണ്ട് ഞാൻ ഈ നാടൻ മട്ടിലും ശ്രമിക്കാം. ഘടകം, മറുഘടകം, മറിച്ചടി. എന്താ വലത്തുകാൽ വൈവട്ട് വെച്ച് ഇടത്തേൽ അമർന്നടിയ. ഞാൻ കാണിച്ചുതരാം. വലത്തുകാൽ വയ്യോട്ട് വെച്ച് ഇടത്തേൽ. ശരിയാണോ? ഇനി ഗുരുക്കൾക്കൊന്ന് വലത്തുകാൽ ഇനിയോ ഗുരുക്കളെ? ഇനി ഒന്നും നോക്കണ്ട. കണ്ണും പൂട്ടി സർവാംഗ വർദ്ധനം. ഞാൻ കാണിച്ചുതരാം. ഘടകം, മറുഘടകം, ഘടകം. പൂഴിക്കിടക്കണടി, 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 കോഴിക്കിടക്കണടി. ഘടകം, മറുഘടകം, പൂഴിക്കിടക്കണടി, കോഴിക്കിടക്കണടി. ഗുരുക്കളെ, തീർന്നിട്ടില്ല. ഇനി ഞാൻ ഏറ്റാണ്. ഓതിരം, ചെരുപ്പിനടി, ഓതിരം, അവസാനത്തെ പ്രവർത്തന. നീ എന്താ പറഞ്ഞേ? കതിരൂർ ഗുരുക്കൾ ആരാ? നിന്റെ അമ്മ എപ്പനോ? വയറ്റിപ്പഴപ്പാണ് ആശാറ്. ചില്ലറ വല്ലതും കിട്ടിയോ? പോ 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 പോ. വേണ്ട വേണ്ടെന്ന് വയ്ക്കുമ്പോ ഒരുത്തമ്മ തലയെ കയറുന്നു. ഇനി ഞാൻ തന്നെ അമേരിക്കക്കാരൻ.